നാം നമ്മുടെ മക്കളെ അൽഫ ജനറേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ പരാജയമാണ്. അൽഫ ജനറേഷന് കുഴപ്പങ്ങളില്ല, മിൻഹൈസു ജനറേഷൻ. ഡിവൈസുകളിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുടെ പ്രശ്നമാണ്. അവർ തന്നെ 2 മണിക്കൂറുള്ള സിനിമ കാണുന്നു. ഇതേ കക്ഷികൾ അത് കാണുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? മക്കൾക്കല്ല പ്രശ്നം, അവർക്ക് കണ്ടന്റ് കൊടുക്കുന്നിടത്താണ് പ്രശ്നം. ഇവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് സപ്പോർട്ട് കൊടുത്ത് ശീലിക്കുക, അവർക്ക് നന്മയിൽ പിന്തുണ കൊടുത്ത് ശീലിക്കുക, അവർക്ക് നന്മയെക്കുറിച്ച് വിവരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമിക് സ്റ്റൈലുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് വമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസകൽ ഉർവത്തുൽ വുസ്ഖാ. ഒന്നാമത്തേത് എന്താ? ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് വമൻ ശാ ഫൽയുമിൻ വമൻ ശാ ഫൽയക്ഫുർ. മക്കളെ, ഇതിനിന്ന ഗുണങ്ങളുണ്ട്, ഇതിനിന്ന ദോഷമുണ്ട്. ഈ നന്മക്കിന്ന ഗുണങ്ങളുണ്ട്, ഈ തിന്മക്കിന്ന ദോഷമുണ്ട്. ഏത് വേണം? ഇത് പറയാൻ പ്രബോധകന് ധൈര്യമില്ല. എന്തുകൊണ്ട്? ഗസാലി ഇമാം പറഞ്ഞൊരു പ്രബോധകൻ എന്താ ഉണ്ടാകേണ്ട? ഗൈഡ്, നല്ല ഗൈഡാണ്, ഒരു ട്രെയിനിങ് മോഡ് ഗൈഡാണ്. അയ്യുഹൽ വലദ്, അയ്യുഹൽ വലദിൽ പറഞ്ഞു നിങ്ങൾ 8 കാര്യം ശ്രദ്ധിക്കണം, 4 കാര്യം ഉപേക്ഷിക്കണം, 4 കാര്യം ചെയ്യണം. ഉപേക്ഷിക്കേണ്ട 4-ൽ ഒന്നാമത്തത് പറഞ്ഞു തക്കല്ലുഫ്, ഉപേക്ഷിക്കണം. ഷുഡ് ഉപേക്ഷിക്കണം. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഉപേക്ഷിക്കണം. തക്കല്ലുഫ്. ലാ ഇക്റാഹ, തബ്രീയുടെ ലാ അല്ല ഉപയോഗിച്ചത്. ഇക്റാഹ് എന്ന് പറയുന്നത് ദഅവത്തിന്റെ നല്ല റൂട്ടല്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, റുശ്ദും ഗയ്യും അതിങ്ങനെ എന്ത് ചെയ്യണം? തബയ്യുൻ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, വിശദീകരണം. അത് കുട്ടികൾക്ക് എപ്പോഴും ഇട്ട് കൊടുക്കണം. ഇക്റാഹ് ഇല്ലാതെ ഇട്ട് കൊടുത്തു നോക്ക്. ഞാനൊരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ മുഹൈമിൻ അഹ്സനി ഉസ്താദ്, അള്ളാഹു പരലോക ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, നമ്മുടെ കൂടെ സേവനം ചെയ്ത് തുടങ്ങി വലിയ പ്രതീക്ഷയുള്ളൊരു സമയത്തായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ യാത്ര. അദ്ദേഹത്തിൻ്റെ ഉപ്പയെടുത്ത് ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു. വല്ലാത്തൊരു പക്വതയുള്ള വാപ്പ. അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, കുടുംബത്തിന് അള്ളാഹു ധാരാളം ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുഹൈമിൻ ഹസനി എന്നോട് പറഞ്ഞിരുന്നു, ചിലപ്പോഴൊക്കെ ദർസിൽ ചില ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ തിരുത്തേണ്ടതൊക്കെ ഉണ്ടായാൽ ഉസ്താദ് ചെയ്യുന്നൊരു ശൈലി, ബാപ്പ ചെയ്യുന്നൊരു ശൈലി, ഉസ്താദ് ചെയ്യുന്നൊരു ശൈലി പറഞ്ഞത്, കുട്ടികളൊക്കെ വിളിക്കും, ഒരു ഹദീസും അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കും, എന്നിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. ഉസ്താദിൻ്റെ അനുഭവം ഉസ്താദ് പറഞ്ഞില്ലേ, ആ കൂട്ടി ഇരുത്തിയിട്ട് നല്ല രീതിയിലൊരു പറഞ്ഞു കൊടുക്കൽ, അത് കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര മാറ്റം ഉണ്ടാകും. അവിടെ ഇക്റാഹ് കുറവായിരിക്കും. തബയ്യന റുശ്ദു, തബീൻ, ഒരു വ്യക്തമാക്കി കൊടുക്കൽ, ഒരു തൗദിയഹ, അതാണ് അവിടുത്തെ നല്ല മാർഗം. എന്നിട്ട് എന്ത് സംഭവിക്കണം? വമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹ്. ഈ ഖൽബിലെ ഇത്തരം ത്വാഗൂത്തുകളെല്ലാം, ഫുട്ബോളായാലും ഇങ്ങനെ കുറേ ത്വാഗൂത്തുകൾ ഉണ്ടാകും. ഈ ത്വാഗൂത്തുകളൊക്കെ കഴിഞ്ഞിട്ട് യുഅ്മിൻ ബില്ലാഹ്, ആമിനൂ കമാ ആമന നാസ്, ഒരു സ്വഹാബത്ത് സ്റ്റൈൽ. അതിന് ഏറ്റവും നല്ല സ്റ്റൈൽ എന്താ? ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഒരു സ്വഹാബിയുടെ കഥ. സൂറമിൻ ഹയാത്തി സ്വഹാബ നല്ല റിസോഴ്സാണ്. സൂറമിൻ ഹയാത്തി സ്വഹാബ അടിപൊളി അവതരണമാണ്. ഉസ്ദുൽ ഗാബയിൽ നിന്നും പിന്നെ ഏകദേശ കിതാബുകളിൽ നിന്നും ശേഖരിച്ചതാണ് ആ ഒരു ശൈലി, നല്ല അടിപൊളി ശൈലി. അതിൽ ഒരു സ്വഹാബിയുടെ കഥ പറയുമ്പോൾ ടേസ്റ്റി ഏരിയ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ പറയാവും. പക്ഷെ അതിലെന്ത് വേണം? ഉദാഹരണത്തിന് മസലൻ സഈദ് ബിൻ ആമിറുൽ ജുംഹി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ കുറേ സാമ്പിൾ പറയാം, ഒന്ന് മാത്രം ഞാൻ പറയാം. കൂഫയിലായിരിക്കുന്ന സമയത്ത്, കൂഫയിലാണെന്നോ അതിന് ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അവിടെ ആയിരിക്കുമ്പോൾ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ വരുന്നു. അങ്ങനെ കാണാൻ വന്നിട്ട് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നു, എങ്ങനെയുണ്ട് സഈദ്? എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. 1-2 കാര്യം പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞു, അയാൾക്ക് ചില സമയമാകുമ്പോൾ ഒരു പരിസരബോധം ഉണ്ടാവില്ല.
ഒരുമാതിരി ഇരുത്തിരിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് പരസ്യമായി ചോദിച്ചു, എന്താണ് ഈ വിഷയം? സയ്യിദ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു നോക്കി, അത് നിങ്ങൾ പരസ്യമായിട്ട് ചോദിക്കണ്ട, എനിക്ക് പറയാൻ മടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, നിങ്ങളൊരു പബ്ലിക് പ്രോപ്പർട്ടി കൂടിയാ, പറയണം. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മക്കയിൽ മുശ്രിക്കീങ്ങളിൽ ഒരാളായിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ മദീനത്ത് മോമിനീങ്ങളെ കൂട്ടത്തിൽ മുത്തുനബി തങ്ങളെ കൂടെ ഉണ്ടാകുമ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി കൊല്ലാൻ കൊണ്ടുവരുമ്പോൾ എല്ലാ ജനങ്ങളും ആർത്ത് വിളിച്ച്, കൂക്ക് വിളിച്ച്, കൈയടിച്ച്, ആർപ്പ് വിളിച്ച് അർമാദിക്കുകയായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്താ അഭിലാഷം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. ആ നിസ്കാരം ശാന്തമായി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലതിങ്ങനെ കോരിത്തരിച്ചു. അതിനുശേഷം ശാന്തനായ ഹുബൈബിനെ വലിച്ചു കെട്ടിയിട്ട് അവർ ചോദിച്ചു, ഹുബൈബെ, നിന്നെ വെറുതെ വിടാം, പക്ഷേ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയണം. കാരണം ഹുബൈബിനെ കൊന്നാൽ ഒരു നേട്ടമില്ല. കൊല്ലുന്നത് എന്തിനാ? പേടിപ്പിക്കാനാണ്. ഒരു പേടിയുമില്ലാതെ സന്തോഷം മരണത്തെ ഏറ്റെടുക്കുന്ന ആളെ കൊന്നിട്ട് എന്താ കാര്യം? കണ്ടു നിൽക്കുന്ന ആൾക്കും കൂടി ഇയാളോട് ബഹുമാനം ഉണ്ടാവും. അപ്പോൾ അവർ ചോദിച്ചതാണ്, എന്ത്, വെറുതെ വിടാം, ഈ സ്ഥാനത്ത് മുഹമ്മദാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ മതി. അതുവരെ ശാന്തനായ ഹുബൈബ് റളിയല്ലാഹുവിൻ്റെ മുഖം ചുവന്നു തുടുത്തു, ചുണ്ടുകൾ വിറകൊണ്ടു. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന ശൗക്കത്തൻ തശൂക്കുഹു, ഒരു മുള്ള് തങ്ങളുടെ ശരീരത്തിൽ തറയ്ക്കുമ്പോൾ ഹുബൈബ് വീട്ടിൽ അടങ്ങിയിരിക്കുന്നതൊന്ന് സങ്കല്പിക്കണമെന്ന് പറഞ്ഞാൽ മക്കളെ പറ്റില്ല, ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, കണ്ടു നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിലത് കോരിത്തരിക്കുന്ന ഒരു അനുഭവമായി. ഓരോ ഭാഗത്തും കുന്തം കൊണ്ട് കുത്തിയിറക്കി ശരീരം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചോര പുറത്തേക്ക് വരുമ്പോഴെല്ലാം ഹുബൈബിന് തീരുമാനത്തിൽ മാറ്റമില്ല. ഞാൻ അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതുപോലെ ഞാനും പിരിഞ്ഞു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഹുബൈബിൻ്റെ മുന്നിൽ ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കാണുന്നു. ഉറക്കത്ത് ഹുബൈബ്, ഉണർന്നാലും ഹുബൈബ്, മനസ്സിൽ കോരി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയായി, ചിന്ത പേമാരി മഴയായിട്ട് ഹുബൈബ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എനിക്ക് മക്കത്ത് നിൽക്കാൻ പറ്റാതായി. ഞാൻ മദീനത്ത് വന്നു, ഞാൻ മൂമിനായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഷ്ടം ഇത്രമായിരുന്നു. പ്രധാന ഉപദേശകനായിരുന്നു സഈദ്. ഇപ്പോൾ 2ാം ഖലീഫയായ നിങ്ങളുടെ പ്രധാന ഒരു അമീറാണ് ഞാൻ. എന്നെ ഇങ്ങനെയാക്കിയത് ഹുബൈബിൻ്റെ 2 റക്അത്താണ്. ആ ഹുബൈബിനെ ഓർക്കുമ്പോൾ, ആ ഹുബൈബിനെ സഹായിക്കാതെ കഴിഞ്ഞുപോയ ആ നിമിഷം ഓർക്കുമ്പോൾ, ഈ ലക്ഷക്കണക്കിന് കുഫയിലെ മോമിനീങ്ങൾക്ക് ഈമാനിന് നേതൃത്വം കൊടുക്കുമ്പോഴും എൻ്റെ കുറ്റബോധം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈ സഈദിനെയും ഹുബൈബിനെയും ഒരേ സമയം ചേർത്ത് പറയാവുന്നൊരു നിമിഷം. ഇവരല്ലേ ലോകത്തെ സെലിബ്രിറ്റികൾ? അവരുടെ ഒരു നിമിഷം കൊണ്ട് അവർ ജീവിക്കുന്നത് എത്ര കൊല്ലമാണ്. എത്ര വലുതായിട്ടും അവർ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു. ഈ സാമ്പിൾ എവിടെയാ? മാനുഷിക ചരിത്രത്തിൽ ഇത്ര മാസ്റ്റർ പീസ് സാമ്പിൾ എവിടെയാ? നമുക്ക് ഇവരെയൊക്കെ ആളാകണ്ടേ? എനിക്കൊരു ഉസ്താദിന് പറയാം, എനിക്ക് അവരെ ആളാണെന്ന് പറയാനുള്ള ധാരാളം അടയാളങ്ങൾ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് ഇഷ്ടത്തോടെ. ഈ തലപ്പാവൻ്റെ ജീവിതത്തിൽ മാറിപ്പോകുന്നത് എനിക്ക് പൊറുക്കാവതല്ല. നമുക്ക് പറയാം. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ഒരു വലിയ സ്കൂളിൽ എന്നെ ട്രെയിനിങ്ങിന് വിളിച്ചു. 3 തവണ അവരെന്നെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. കാരണം 1000കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ കെൽപ്പുറ്റ അധ്യാപകർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. 3 സ്ക്രീനിങ്ങിന് ശേഷം അവരെന്നോട് ചോദിച്ചു, നിങ്ങളൊരു പാൻറ്റും ഷർട്ടും ഇടുവോ? ഞങ്ങൾക്ക് പരിപാടി ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, ഈ ഐഡൻറ്റിറ്റി നിലനിർത്തിയിട്ട് എന്നെ പ്രോഗ്രാമിന് വിളിക്കാമെങ്കിൽ വിളിക്കാം. ഇഫ് നോട്ട്, അതിന് പറ്റില്ലെങ്കിൽ നോ, എനിക്കങ്ങനെ ഒരു ആവശ്യമില്ല. ഇതിനേക്കാൾ ഇസ്സത്തുള്ള ഒരു യൂണിഫോം, ഇതിനേക്കാൾ ഇസ്സത്തുള്ളൊരു കളർ, ഇതിനേക്കാൾ ഇസ്സത്തുള്ളൊരു ഷേപ്പ് ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല എനിക്ക്. കാരണം ഇത് എന്നെ, ഈ മഹാന്മാരെ കണക്ട് ചെയ്യുന്നൊരു സാമ്പിളാണ്. നമുക്ക് ഉസ്താദുമാർക്ക് നമ്മുടെ മക്കളോട് പറയാവുന്നതാണിത്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ വല്ലതും? വേണം, നല്ലതാ, ആലോചിച്ച് നോക്കൂട്ടോ. മുടി വെട്ടുമ്പോൾ ആരുടെ പക്ഷം ചേർന്നാണ് നിങ്ങൾ മുടി വെട്ടുന്നത്? വല്ലപ്പോഴൊക്കെ ആലോചിക്കണം കേട്ടോ.
ഈ സാമ്പിളുകൾ ഓരോ ആഴ്ചയിൽ ഓരോ സാമ്പിൾ, ഏത് സംഭവം പറഞ്ഞാലും നമുക്ക് എന്ത് പറയാം? അവരുടെ ആളാകൽ, അവരുടെ ആളാകൽ. നമ്മുടെ ജീവിതവും അവരെയും ബൈൻഡ് ചെയ്യുക, കണക്ട് ചെയ്യുക, അവരുടെ ആളാവുക എന്ന ആശയം ഇട്ട് കൊടുക്കുക. അടിപൊളി മാർഗമാണ്. ലാ ഇക്റാഹ വമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ് ആമിനൂ കമാ ആമനൻ നാസ്. ഈ ഒരു സ്ട്രീമാണ്, ഈ ഒരു ശൈലിയാണ് നമ്മുടെ മക്കളിലേക്ക് ദഅവത്തിനിറക്കേണ്ടത്. അത് ഫലപ്പെടും. കുട്ടികൾ നമ്മുടെ ആശയത്തിലേക്കും നമ്മുടെ സ്റ്റൈലിലേക്കും ഇഷ്ടത്തോടെ കടന്നു വരും. പിന്നെ അവരേത് ക്യാമ്പസ് പോയാലും ഈ തലപ്പ വഴിയൂല. പിന്നെ അവരേത് ക്യാമ്പസ് പോയാലും അവരുടെ പഠിച്ച ശൈലിയെ പരിക്കേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കണക്ഷൻ നിലനിർത്തി കൊടുത്താൽ, അവരോടൊരു അവൈലബിലിറ്റി, നമ്മളൊരു സാധ്യത, വിളിപ്പുറത്ത് നമ്മൾ ഇരുന്നാൽ, അവർ ഏത് ലോകത്ത് പോയാലും അവർ നമ്മളാളായി നിലനിൽക്കും. എവിടെ എത്തിയാലും അവർ നമ്മളാളായി നിലനിൽക്കും. അങ്ങനെ നമ്മുടെ മക്കളെ മാറ്റാൻ എളുപ്പമാണ്. അവിടെയൊന്നും ഇക്റാഹും തക്കല്ലുഫും എടുത്ത് ഉപയോഗിക്കാതിരുന്നാൽ മതി. എപ്പോഴെങ്കിലും ഒരു കുട്ടി ഒരു കന്തൂറയച്ചൊരു പാൻ്റ് അപ്പോഴേക്ക് യുദ്ധത്തിന് കലാപക്കൊടി കാണിക്കരുത്. ആ കുട്ടിയുടെ മനസ്സിൽ ഇതിനോടുള്ള ഇഷ്ടം ജനിപ്പിക്കൽ നമ്മുടെ ഡ്യൂട്ടിയല്ലേ? ഇക്റാഹ് എന്താ ഉണ്ടാക്കുക? എല്ലാവർക്കും ഐസ്ക്രീം തിന്നാൻ ഇഷ്ടമാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് വരിക, സ്ഥാപനം എൻ്റെതാണെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കപ്പ് ഐസ്ക്രീം തരുന്നുണ്ടല്ല, ഒരു 5 കപ്പ് ഐസ്ക്രീം തരുന്നുണ്ട്, എല്ലാവരും കഴിച്ചിരിക്കണം. ഒരാൾ പോലും അതിൽ ഒരിതുപോലും കളയരുത്, എല്ലാവരും കഴിക്കണം, നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു ആശയം സങ്കല്പിച്ചു നോക്കുക. ആ കൗലിൻ്റെ വൈവതിൽ അതിൻ്റെ ബദലൻ വരുന്ന ഒരു ആശയം എന്തായിരിക്കും? ആ ഇഷ്ടം അതോടെ പോകില്ലേ? അതോടെ പോകും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഒരു 1997 കോഴിക്കോട് നിന്ന് വടകരക്കുള്ള ബസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഓർമ്മ ഇങ്ങനെ നിലനിൽക്കും. എന്താ അറിയോ? വടകര ഭാഗത്തേക്കുള്ള ബസ് കയറാൻ വേണ്ടി ചെന്നാൽ ഈ പോർട്ടർമാരുടെ ഒരു വിളിയുണ്ട്. ആ ഭയങ്കര ശക്തമായ വിളി കേൾക്കുമ്പോൾ ഒരു സംശയമാണ്. ഞാൻ പിന്നെയും വേറെ ഭാഗത്ത് ബസ്സുണ്ടോ എന്ന് നോക്കും. ഞാൻ മറുവശത്ത് നോക്കിയാൽ മഞ്ചേരിക്കുള്ള ബസ് അപ്പുറത്തെ സൈഡിലുണ്ടാകുക. അപ്പോൾ പിന്നെയും പോയിട്ട് എന്തോ ഒരു സംശയം അവരുടെ വിളിയുടെ ശക്തി കാണുമ്പോൾ. എന്ത് ചെയ്യരുത്? ഇക്റാഹ് എന്ന് പറയുന്നത് ഒരപകടമാണ്, നല്ലതിനെ വെറുപ്പിക്കാനുള്ള മാർഗമാണ്. ചില വിദ്യാർത്ഥികൾക്ക് ശിക്ഷയായിട്ട് യാസീൻ ഓതുക, ശിക്ഷയായിട്ട് നിസ്കരിപ്പിക്കുക, 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറയുക ശിക്ഷയായിട്ട്. നല്ല കാര്യങ്ങളെ വെറുപ്പിക്കാനുള്ള ഒരു മനഃശാസ്ത്ര വഴിയാണത്. ശിക്ഷയായിട്ട് എഴുതിപ്പിക്കുക, ശിക്ഷയായിട്ടൊരു നല്ല കാര്യം ചെയ്യിപ്പിക്കുക, നല്ല കാര്യം മനസ്സിൽ വെറുപ്പുണ്ടാക്കാൻ പറ്റുന്ന ഒരു മനഃശാസ്ത്ര മാർഗമാണത്. നല്ലതിനെ വെറുപ്പിക്കുക, നല്ല കാര്യങ്ങൾ പണിഷ്മെൻ്റായിട്ട് കൊടുക്കുക. ഇക്റാഹാണത്. അതുകൊണ്ടല്ല ലാ ഇക്റാഹ ഫിദ്ദീൻ. അതുകൊണ്ട് തന്നെ ഈ ആശയ വിനിമയ രീതി കൊണ്ടുവന്നാൽ നല്ല ഫലം ഉണ്ടാകും, നല്ല മാറ്റം ഉണ്ടാകും, മക്കളിൽ നല്ല പുരോഗതി ഉണ്ടാകും. ഇനി ഇടപെടാനുള്ള അവസരം വേണം. ഒന്നുകൂടി പറയാം. ഫോൺ ഉപയോഗത്തിന് മാറ്റം വരുത്തേണ്ടത് കൂടെ ഇരുത്തുക, അവരെ നല്ല കാര്യങ്ങൾ ഉപയോഗിച്ച് ശീലിപ്പിക്കുക. 1-ാം ഘട്ടം നമ്മുടെ കൂടെ ഇരുന്നിട്ട്. 2-ാം ഘട്ടം അവർ കൂടെ ഇരുന്ന് ഉപയോഗിക്കാൻ അവസരം കൊടുക്കുക. 3-ാം ഘട്ടം അവർ നാട്ടുപോഴും പറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വിലയിരുത്തിയിട്ട് അനുഭവം പങ്കുവെക്കാൻ പറയാം. അവർ തന്നെ സ്വയം പറയാം. പറയുമ്പോൾ എന്ത് വേണ്ട? ശിക്ഷ വേണ്ട, വിലയിരുത്തുക. ഇന്ന ഗുണമുണ്ട്, ഇന്ന നാശമുണ്ട്, ഏതാ വേണ്ടത്? ആദ്യം അവയർനെസ് മാറണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇക്റാഹിൻ്റെ ബാബ് വരും. അവയർനെസ് എന്താ? ഡിവൈസ് ഒരു കുറ്റമല്ല. ഡിവൈസിൽ എത്രയാണോ ഉപദ്രവമുള്ളത് അതിലേറെ ഉപകാരമുണ്ട്. അതിൻ്റെ ആവശ്യം നിലനിൽക്കുന്നില്ല. കാരണം എന്താ? തൊട്ടടുത്ത ഭാവിയിൽ ഇവർക്ക് ഫോൺ കിട്ടാതിരിക്കുന്നില്ലല്ലോ. കിട്ടുമ്പോൾ അവർ തലതിരിഞ്ഞു പോകരുതല്ലോ. അവിടെ ഫോൺ പൂർണ്ണമായി മുക്തമാവുക എന്നതിനേക്കാൾ ബെറ്റർ എന്താണ്?
ഡിവൈസ് സാക്ഷരത കൊടുക്കുക, പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വ്യാപകമായി എല്ലായ്പ്പോഴും കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കണം എന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഇങ്ങനെ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കൂടെ ഇരുത്തി പരിശീലിച്ചു, ഇടയ്ക്ക് അവർക്ക് കൂട്ടമായി ഒരു അസറിന് ശേഷമോ അതുപോലുള്ള ഒരു സമയം, പഠനത്തിന് തകരാറ് വരാത്തൊരു സമയം അവർ കൂടെ ഇരുന്ന് ഉപയോഗിച്ചു, നമ്മൾ വിലയിരുത്തുക, അവർ പങ്കുവെക്കുക, അവർ ഓപ്പണായിട്ട് പങ്കുവെക്കുക. നാട്ടിൽ പോകുമ്പോൾ എന്തായാലും വേണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗം നടക്കൂലേ? നടക്കും. ഈ നാട്ടിൽ പോകാൻ അവരോട് ചോദിക്കുക, നിങ്ങൾ നാട്ടിൽ പോയിട്ട് എത്ര സമയം ഉപയോഗിക്കുക, എന്തൊക്കെ ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കും? സത്യസന്ധമായിട്ട് പറഞ്ഞു, നമുക്ക് വിലയിരുത്താം, ഇടപെടാമെങ്കിൽ ഇടപെടാം. ഇങ്ങനെ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് ശീലിച്ചാൽ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഈ അഡിക്ഷനിൽ നിന്നവരെ മോചിപ്പിച്ചു കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു കാലത്തും അഡിക്ഷനിൽ നിന്ന് കുട്ടികൾ മാറൂല. ഫ്രീഡം വിത്ത് സപ്പോർട്ട്. സ്വാതന്ത്ര്യം കൊടുക്കണം, പക്ഷെ ഒരാളുടെ മുസാഹിദ്. എപ്പോഴും നമുക്കൊരു തർബിയത്ത് വേണ്ടേ, ഒരു മെന്ററിങ് വേണ്ടേ? എപ്പോഴും നമുക്ക് എല്ലാവർക്കും വേണം. ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമുക്ക് മെന്ററിങ് വേണം, ഇല്ലേ? മെന്ററിങ് വേണം. അതുപോലെ നമ്മൾക്ക് മക്കൾക്ക് നമ്മൾ മെന്ററിങ് കൊടുക്കുന്നു. അവിടെ ഇക്റാഹിന്റെ ബാബ് മാത്രം കട്ട് ചെയ്യുക, എന്നിട്ട് മെന്ററിങ് സ്ഥാപിക്കുക. അവരെപ്പോഴും വിലയിരുത്തുക, അവരുടെ നന്മകൾ വിലയിരുത്താൻ അവസരം കൊടുക്കുന്നു, കൂടെ നിൽക്കുന്നു. ബി എ സപ്പോർട്ടീവ് പേഴ്സൺ, കുൻ മുസായിദൻ. വരരുത്, അങ്ങനെ ഒരു ചിന്ത ഉസ്താദിന് വരരുത്. ഐഡിയോളജിക്കലി ഞാനത് അംഗീകരിക്കാം. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നാൽ, ഞാൻ ആയിരക്കണക്കിന് കണ്ടു, ഇന്ന് വരെ എന്ത് കണ്ടിട്ടില്ല. ഞാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ത് വേണം? ഒരു കുട്ടിയെ പുറത്താക്കുന്ന സമയത്ത് ഇതല്ലാത്തൊരു മാർഗം ഇല്ലാതിരിക്കണം, ഇതല്ലാത്തൊരു മാർഗം ഇല്ലാതിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വ ഡേഷ്. അതിൻ്റെ ചോദ്യം, പണിഷ്മെന്റ് ആയിട്ട് നല്ല കാര്യം കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ. പണിഷ്മെന്റ് ആയിട്ട് എന്താ പിന്നെ കൊടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം ഞാൻ ഒന്നുകൂടി എടുത്ത് ഉപയോഗിക്കുന്നു. തഖ്ദീരിയായ സുആൽ, ഹൈപ്പോതറ്റിക്കൽ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നാൽ ഞാൻ പറയുന്ന ആൻസർ വാചികമായ സംവാദമായി പരിണമിക്കും. നിങ്ങളൊരു റിയൽ എക്സ്പീരിയൻസ് മുന്നിൽ വെച്ച് പഠിക്കാൻ, ട്രെയിൻ ചെയ്യാൻ സന്നദ്ധമാണോ? ഐ ആം റെഡി ടു ഷോ. ഞാൻ കാണിക്കാൻ സന്നദ്ധമാണ്, അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ സന്നദ്ധമാണ്. അവിടെ നമ്മൾ ഏറ്റെടുക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വിജയ സാധ്യതയാണ് കൂടുതൽ. വരട്ടെ അതാ വരട്ടെ. എല്ലാ ദിവസവും ക്ലാസ്സിൽ വൈകിട്ട് വരുന്നൊരു കുട്ടി എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? നമ്മൾ ഐഡിയാറില്ലേ? ഈ കുട്ടിയുടെ പേജിൽ ഇന്ന് വൈകി, ഇന്ന് അവൻ്റെ ഡേറ്റ് ഇട്ടിട്ട് സമയം ഇട്ടിട്ട് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്തു. ക്ലാസ് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല. ക്ലാസ്സിൽ വരുമ്പോൾ അവൻ ക്ലാസ്സിലല്ലേ വരുന്നത്, അവിടെ മടുപ്പിക്കേണ്ടതില്ല. മടുപ്പിച്ചാൽ എന്താ ഗുണം? ഇന്ന് 7 മണിക്ക് എന്തെത്തും ക്ലാസ്സിന്, 7:10 ഒരു കുട്ടി എത്തി. ഈ 7:10 ഇനി 7 ആവൂലല്ലോ ഈ ലോകത്ത്, ഇല്ല. നാളെയല്ലേ ഇനി മാറണ്ടേ? അതിന് ഏറ്റവും നല്ലത് എന്താ? ഈ ടൈം വേസ്റ്റ് ആക്കണ്ട. നമ്മളതും ബാക്കിയുള്ള കുട്ടികളുടേതും, നമ്മുടേതും ബാക്കിയുള്ള കുട്ടികളുടേതും. ഈ സമയം സസന്തോഷം വാ മോനെ ഇരുന്നോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവനെ വിളിക്കുന്നു, നോട്ട് ചെയ്തു. മോനെ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തായിരുന്നു വിഷയമെന്ന് വേണമെങ്കിൽ ചോദിക്കാം, ചോദിക്കാതിരിക്കാം. 2ാമത്തെ ദിവസവും വൈകുമ്പോൾ വിളിക്കാം, നോട്ട് ചെയ്യാം. അവനോട് ചോദിക്കുക, ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു മോൻ്റെ കാരണം? മോന് നാളെ ഈ കാരണം ഇല്ലാതിരിക്കാൻ ഏത് ഹെൽപ്പാണ് വേണ്ടത്? 3 അറ്റംപ്റ്റ് നടക്കുമ്പോഴേക്ക് കുട്ടി മാറും. അതല്ല ഓരോ ദിവസവും നിങ്ങൾ വെർബ് പാസ്സാക്കിയാൽ അതുകൊണ്ട് മാറ്റം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതേസമയത്ത് ഈ മാറ്റം ലൈഫ് ലോങ് നിലനിൽക്കും.
ഈ രീതി ഏതിൻ്റെ അണ്ടറില വരിക? ബഷിറൂ വലാ തുനഫിറൂ. അതിൻ്റെ നേരെ ആക്സിലേക്ക് പോകും, അല്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ. സത് ഞാൻ ആൻസർ പറഞ്ഞ ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ? അവിടെ രണ്ട് മറുപടിയാണ് എനിക്കുള്ളത്. ഒന്ന്, ഇവിടെ നമ്മൾ താലീമ് തദ്രീസാണ് മൗഖിഅ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമിന്റെ വഴിയിൽ മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചതിന് ശേഷം അതിനുവേണ്ടി കളത്തിലിറങ്ങുന്നവരോട് പറഞ്ഞ വാചകമാണ് നമ്മൾ പറഞ്ഞത്. ആ വാക്ക് പോകുന്നത് എവിടെയാ? ഔസിയയോടുള്ള നിർദ്ദേശമാണ് ശരിക്കും ആ വാക്ക് പോകുന്നത്. രണ്ടാമത്തത് അവിടെ തന്നെ നിങ്ങൾ നോക്കൂ, 7ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത്? മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ വദ്രിബു അലൈഹാ വഹും അബ്നാഉ അശ്രിൻ. 7, 8, 9, 10 ഐഡിയാറല്ലേ അതിലും എളുപ്പോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് കാണിച്ചു തന്നു? അവിടെ ധാരാളം ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതാണ് അവിടെ ശരി എന്നുള്ളത് ഇഷ്ടം പോലെ വിശദീകരണങ്ങൾ കാണാം. തദ്രീസ് താലീമ് കൊണ്ടുവരുന്ന സമയത്ത്, നിങ്ങളൊരു ദഅവത്തിന് ഇറങ്ങുന്ന സമയത്ത് ബഷിറൂ വലാ തുനഫിറൂ എന്ന് പറഞ്ഞതിൻ്റെ ആക്സിൽ ഇത് വരൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടില്ലേ എങ്ങനെ നിസ്കരിപ്പിക്കണം? കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഫാത്തിഹ പഠിപ്പിക്കൽ കൽപ്പിക്കലാണോ? താലീമ് പോകുന്നത് എങ്ങനെയാണ്? ഫാത്തിഹ പഠിപ്പിക്കുന്നു, ഈ നിസ്കാരത്തിന്റെ രൂപം കാണിച്ച് പഠിപ്പിക്കുന്നു. അവിടെ മുറു ആണോ? അല്ല. ആ പദം പോലും എന്തിന്റെ തെളിവാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും അതും രണ്ട് മൗഖിയാണ്, 2 പൊസിഷനാണ്. അവിടെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഒരു രക്ഷിതാവിന് ഒരിക്കലും ഒരു മുഅല്ലിമിന്റെ, ഒരു മുദരിസിന്റെ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ അവർക്ക് കഴിയുന്ന പരിധിയാണത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് 7ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇവിടെ തുടങ്ങണം, എന്നിട്ട് നടന്നിട്ടില്ലെങ്കിൽ അടികൊണ്ട് നടക്കുമെങ്കിൽ 10ാം വയസ്സിൽ നിങ്ങൾ അടികൊണ്ട് എന്ത് നടത്തണം? നിസ്കാരം നടത്തണം. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതെന്റെ മാത്രം വിശദീകരണമല്ല, ധാരാളം മഹാന്മാരുടെ വിശദീകരണങ്ങളും അതിന് സപ്പോർട്ടായിട്ട് കാണാം. ഇവിടെ ഒരു കാര്യമാണ് ആ വിഷയത്തിൽ ഒറ്റവാക്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നൊരു മേഖല എന്താ അറിയോ? ഇങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു എ അധ്യാപകൻ, ബി അധ്യാപകൻ. എ അധ്യാപകൻ അടിച്ചു പഠിപ്പിക്കുന്നു, ബി അധ്യാപകൻ അടിക്കാതെ പഠിപ്പിക്കുന്നു. രണ്ടാളും പഠിപ്പിക്കുന്നുണ്ട്, 2 പഠനവും വിജയവുമാണ്. അതിൽ ഏതാണ് നല്ലത്? അങ്ങനെയല്ല സംഭവിക്കണ്ടേ. അടിച്ചു പഠിപ്പിക്കുന്ന ആളിന്ന് പഠിക്കുന്നു, മറ്റേ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ. അത് ശരി. അവിടെ എന്റെ മാറ്റർ അതല്ല. ഒന്നാമത്തെ ഇത് ഏതാണ് ശരി? അടിക്കാതെ പഠിപ്പിക്കുക. ശരി. എങ്കിൽ ഈ അടിച്ചു പഠിപ്പിക്കുന്ന ആൾ എന്തുകൊണ്ടാണ് അടിച്ചു പഠിപ്പിക്കുന്നത്? അയാൾക്ക് അടിക്കാതെ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട്. ആരാ തിരുത്തേണ്ടത്? അയാൾ. അത്രയേ ഉള്ളൂ. ഇതൊരു മുത്തഫഖുൻ അലൈഹിയായ മസലയാണ്. അല്ല, അത് അവിടെ അടിച്ചു പഠിപ്പിക്കുന്നവരുടെ അടുത്ത് നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ആണെങ്കിലോ എന്നുള്ളതാണ്. അത് ശരിയാണ്. അവിടെ ഒരു വശമുണ്ട്. എന്താ? അടിച്ചു പഠിപ്പിച്ച ആളെ ഇഷ്ടപ്പെടുന്നു, അടിച്ചു പഠിപ്പിച്ച ആൾ മറ്റതിനേക്കാളും കൂടുതൽ ഓർക്കുന്നു, അത് കൂടുതൽ നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോഴും അഹ്സൻ ഏത് തന്നെയാണ്? മറ്റത് തന്നെയാണ്. ഇവിടെ എന്താ വിഷയം? നമ്മൾ ചിലപ്പോഴൊക്കെ അടിച്ചു പഠിപ്പിക്കുമ്പോൾ എവിടെയാ പ്രശ്നം സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഒരു കുട്ടിക്ക് പഠിക്കുന്നതിന് ഒരു ഉസ്ലൂബുണ്ട്, അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലുഗത്ത് എന്ന് പറയാം. കുട്ടികൾ ഫഹമിന് ഉപയോഗിക്കുന്ന ലുഗത്ത് ചിലപ്പോഴൊക്കെ വിഷ്വൽ പ്രിഫേർഡ്. 3 സ്റ്റൈല് പറയാം. ഒന്ന് വിഷ്വൽ, മറ്റൊന്ന് കിനസെറ്റിക്, പിന്നെ ഓഡിറ്ററി. വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കണ്ട് ആശയവിനിമയം നടത്തുന്നതിന് ഭയങ്കര സാധ്യതയുള്ള ആൾക്കാർ. ഈ സദസ്സിൽ അത്തരം ഒരാൾക്കാരോട് ഞാൻ പറയുന്നു, ഈ സദസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ 1 മണിക്കൂറായില്ലേ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും നല്ല കളറാട്ട്, ഈ പെയിന്റിംഗ് ഒക്കെ ഉഷാറാണ്. ഈ പെയിന്റിനോടൊത്ത ഒരു സദസ്സും അയാളുടെ കാഴ്ച എപ്പോഴും അങ്ങനെയാണ് പോവുക. കാഴ്ചയെ പ്രിഫേർഡ് ആയിട്ടാണ് അയാൾ ഒരു വിഷയത്തെ ആക്സസ് ചെയ്യുന്നത്. കിനസ്തറ്റിക് എങ്ങനെയാണ്? ഇവിടെ ഇരുന്നപ്പോൾ പുറത്തുനിന്ന് നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ നല്ല തണുപ്പ് കിട്ടി.
അയാൾക്ക് ഫീലിംഗ്, കാലാവസ്ഥ, ടച്ച്, ഇത്തരം സംഗതികൾ ആക്സസ് ചെയ്ത് പഠിക്കുന്നതാണ് കിനസ്തെറ്റിക്. മൂന്നാമത്തതാണ് ഓഡിറ്ററി. ആ ഉസ്താദിൻ്റെ സംസാരം ഉഷാറായിട്ടുണ്ട്, മൈക്കിൻ്റെ ശബ്ദം ഒരു ഒത്ത ശബ്ദമാണ്, അയാളുടെ എല്ലാം അങ്ങനെയാണ് പോവുക. ഓഡിറ്ററി കേൾവിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 3 ലുഗത്താണ് ഫഹ്മിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു ലുഗത്ത് മുഅത്തമദായ കൂട്ടരുണ്ടാവും, പ്രിഫേർഡായ കൂട്ടരുണ്ടാവും. ആ ലുഗത്ത് അല്ലാത്തത് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവർക്കൊരു താഹുർ ഉണ്ടാകും. ഈ താഹുർ മനസ്സിലാകാതെ പലപ്പോഴും കണക്ക് പറയുന്നത് ഒരു കുട്ടികളിൽ 20% ഓഡിറ്ററി എന്നാണ്. 20% ഓഡിറ്ററി എന്നാണ് കണക്ക് പറയുന്നത്. നമ്മൾ 20% മുഴുത്തമതാക്കിയിട്ട ക്ലാസ്. അപ്പോൾ എന്ത് കൂടും? നമ്മൾ ഉഷാറായിട്ട് സെലക്ട് ചെയ്ത മക്കളാണ്, പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ പഠനത്തിൽ പിന്നോക്കം, കൊഴിഞ്ഞു പോകുന്നു. ഇപ്പം എവിടെയാ പ്രശ്നം? ഫഹ്മിന് ഉപയോഗിക്കുന്ന ലുഗത്തും തഫ്ഹീമിന് ഉപയോഗിക്കുന്ന ലുഗത്തും മുവാഫിഖാകുന്നില്ല, മുത്തഖാലിഫാണ്. അപ്പോൾ കുട്ടികളിൽ താഹുർ ഉണ്ടാകുന്നു. ഇവിടെ എന്ത് സംഭവിക്കും എന്നറിയോ? ഒരാൾ വടിയെടുത്തപ്പോൾ മുക്റഹായിട്ട് ശ്രമിച്ചപ്പോൾ, അതേതുപോലെ ഒരാൾ നമ്മളെ റോഡും വന്നൊരു നായയെ കണ്ടു. നായ പിന്നാലെ ഓടി. അങ്ങനെ ഇയാൾ ഓടി തളർന്ന് ഇവിടെ വന്നിരിക്കുക. ശ്വാസം മുട്ടിയിട്ട് അയാൾക്കൊരു രക്ഷയില്ല. അയാൾ വന്ന് എണീക്കും, അയാൾക്ക് വയ്യ, ശ്വാസം മുട്ടിനും വയ്യ, എഴുന്നേൽക്കാനും വയ്യ. ആകെ വയ്യാതിരിക്കുമ്പോൾ അയാളോട് പറഞ്ഞു നായിട്ട് പിന്നെയും വരുന്നു. അയാൾ എഴുന്നേറ്റ് ഓടി. വയ്യാത്തവനും ഓടും. പക്ഷെ അതെന്തല്ല, ശാസ്ത്രീയമായ വശമല്ല. ചിലപ്പോൾ തല്ലിയെ പഠിക്കും. അതെന്തല്ല, അഹ്സനായ റൂട്ടല്ല. ഈ അധ്യാപകൻ ഒന്ന് റൂട്ട് മാറി ഞാൻ നേരത്തെ പഠനത്തെ പറഞ്ഞ ആ ഒരു സംഗതി ഒന്ന് നന്നായി പഠിച്ച് മനസ്സിലാക്കി അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ കുട്ടികളൊക്കെ ഉഷാറാകുന്നത് കാണാം. വെറുതെ പറഞ്ഞതല്ല, ധാരാളം അനുഭവങ്ങൾ. 10 വർഷം പഠിപ്പിച്ചിട്ട് ഞാനിത് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് പബ്ലിക് സ്കൂളിലാണ്, ഗവൺമെൻറ് പബ്ലിക് സ്കൂളിലാണ്. 9ാം ക്ലാസ് വരെ പഠിച്ചിട്ട് മലയാള അക്ഷരം, സ്വരാക്ഷരമോ വ്യഞ്ജനാക്ഷരങ്ങളോ എഴുതാൻ അറിഞ്ഞുകൂടാത്ത മക്കളെ 15 ക്ലാസ് കൊണ്ട് 45 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ച് കാണിച്ചിട്ടാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ചിലരൊക്കെ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റിൽ വന്നിട്ട് എഴുതും, ഇയാളൊന്ന് ക്ലാസ് എടുപ്പിക്കണം, എന്നാ മനസ്സിലാവും. ചെറിയ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി മേലോട്ടുള്ള ക്ലാസ്സിൽ വരെ ക്ലാസ് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഫലപ്പെടും. ഏത് ക്ലാസ്സിലും ഫലപ്പെടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഫൈസൂസ പരാമർശിച്ച ഒരു വിഷയം ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചതിന് ശേഷം മുആദ് റളിയല്ലാഹുവിനെ ഇറക്കുമ്പോൾ മുആദ് റളിയല്ലാഹുവിനോട് സംസാരിച്ചൊരു രീതി പരിശോധിച്ച് നോക്ക്. അവിടെ പോയാൽ എന്ത് ചെയ്യും? ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ. കഴിഞ്ഞ കാലത്ത് വലിയ മഹാന്മാരൊക്കെ ഇത് പിന്തുടർന്നു. അതിൻ്റെ ഒരു സൂചനയാണ്. അയ്യുഹൽ വലത് എന്ന് സാധാരണ കിതാബിന് പേരുണ്ടാവില്ലല്ലോ. ആ പേര് തന്നെ ഇതിൻ്റെ ഒരു സൂചനയാണ്. ദീർഘകാലം പഠിച്ച് പിന്നെയും സേവനം ചെയ്ത് കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ അയാൾക്ക് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ, ഗൈഡിങ്. ഇതാണ് ട്രെയിനിങ്. ഇത് നിരന്തരം ആവശ്യമുള്ളതാണ്. ട്രെയിനിങ്ങിൻ്റെ താരീഫ് പറഞ്ഞിട്ട് ആ താരീഫ് ഹാസിലാകണം. അത് ഹാസിലാകാതെ ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാരകമായ അപകടം ഉണ്ടാക്കുന്നു. 30 കുട്ടികളെ നമ്മൾ ഓറലായും റിട്ടണായും പ്രഗത്ഭരായ 3, 4, 5 പേര് പരിശോധിച്ചെടുത്ത മക്കളെ അടുത്തൊരു വർഷമായിട്ട് അവർ പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് അപകടമുണ്ട്, സിസ്റ്റത്തിൽ തിരുത്തൽ ആവശ്യമുണ്ട്. ഒരു കുട്ടി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കുറ്റം കണ്ടെത്തുന്നതിന് പകരം സിസ്റ്റത്തിൽ മാറ്റം വരണമെന്ന് ചിന്തിക്കണം. അതാണ് ബുദ്ധിശാലികളുടെ ലക്ഷണം. കുട്ടിയെയും നാടിനെയും പഴിക്കുക, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനെന്ത് പരിഹാരമെന്ന് കണ്ടെത്താൻ ഈ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും അർഹരായവർ നമ്മളാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കാത്ത പക്ഷം അതിനി മറ്റൊരാൾ ഇവിടെ വരാനില്ല. നമുക്ക് കഴിയും എന്നതൊരു പരമസത്യമാണ്. ഈ സമൂഹത്തിന് മുമ്പിൽ വളരെ വിനയത്തോടെ, ഒരു ഹിദുമത്തിനുള്ള താല്പര്യത്തോടെ ഞാൻ പറയുന്നു, നമുക്കതിന് സാധിക്കുമെന്ന് തെളിയിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, ഉസ്താദുമാരെയൊക്കെ ബറക്കത്തുകൊണ്ട് കഴിയും. അള്ളാഹു നമുക്കിത് വിജയിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബുദ്ധി വ്യത്യാസം എന്നുള്ളത് നിലവിലുള്ള സംഗതിയല്ല. അപ്പോൾ ചിലത് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവാത്ത പ്രശ്നമാണ്.
ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ സ്ഥിതികൾ വരില്ല. പഴയ കാലത്ത് പറയാറുള്ളതാണ് എന്തെന്നറിയോ, ഈ കുറേ കുട്ടികൾ മികച്ച കുട്ടികൾ, കുറച്ച് കുട്ടികൾ ആവറേജ്, ബാക്കിയുള്ളവർ ബില ആവറേജ്. പുതിയ കാലത്ത് അങ്ങനെയല്ല. 9 ഇൻ്റലിജൻ്റ് എന്നാണ് പറയുന്നത്. അതും ഇപ്പം മാറി. അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻ്റ് അല്ല മാറ്റർ, മറിച്ച് ഫഹമിന് ഉപയോഗിക്കുന്ന ലുഗത്താണ് മാറ്റർ. ഇത് അനുഭവമാണ്. അവിടെ വേറൊരു വിഷയം കൂടി പറഞ്ഞ് ഞാനത് ക്ലോസ് ചെയ്യാം, നിങ്ങൾക്ക് പറയട്ടോ. അതായത് ഈ വിദ്യാർത്ഥികളിൽ തഫാവത്തുണ്ടാകുമ്പോഴും ഈ കുട്ടികൾ മികച്ച ഉയർന്ന ഒരു വ്യക്തിയായി വളരാൻ നിലവിൽ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഓറലായും റിട്ടേൺ ആയിട്ടും സെലക്ട് ചെയ്ത് ഇവിടെ ഈ വാക്കേ പറയാൻ ഗ്യാപ്പില്ല കേട്ടോ. ഞാൻ പറയുന്ന പബ്ലിക്കിലാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്ത മക്കളെ കുറിച്ച് ഈ വാക്ക് പറയാൻ ഗ്യാപ്പ് തന്നെ ഇല്ല. ഈ സെലക്ഷൻ എന്തിനാണ് നടത്തുന്നത്? അവിടെയാണ് പോയിന്റ്. എല്ലാവരും ഈക്വൽ ആണെങ്കിൽ എല്ലാവരും എടുക്കാലോ. അതൊക്കെ അതിന് അവിടെ തന്നെ എനിക്കൊരു വിയോജിപ്പുണ്ട് കേട്ടോ. എന്തെന്നറിയോ, ശരിക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്റ്റൈലല്ല, സ്റ്റാൻഡേർഡ് സ്റ്റൈലല്ല സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇഖ്തിബാറിന് ശേഷം, എക്സാമിന് ശേഷം കുട്ടികൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ല ശൈലിയല്ല. ഞാൻ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ അടുത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ മാറ്റർ പരാമർശിച്ചിറങ്ങാണ്. പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, നല്ല കഴിവുറ്റൊരു ലീഡർ, ഒന്നിലധികം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെങ്ങാനും ഇതുപോലൊരു ഇൻ്റർവ്യൂവും ഒരു എൻട്രൻസ് എക്സാമും ഉണ്ടായിരുന്നെങ്കിൽ വല്ല തേങ്ങ പറിക്കാനും പോകേണ്ടി വരുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ എണ്ണീട്ട് പറഞ്ഞു, ഇങ്ങനെ എണ്ണീട്ട് പറഞ്ഞു, ഈ പ്രഗത്ഭരായ ആൾക്കാരെല്ലാം ഇതാണ് സ്ഥിതി. ക്ലോസ് ചെയ്യാം, കുറെ മുട്ടേണ്ട ചാൻസ് ആണ്. ശരിക്കും ഈ പറയുന്നത് തെളിയിക്കുന്ന ഒരു വിഷയം എന്താ പറയുക, ലോകത്തറിയപ്പെട്ട രാജാക്കന്മാർ, സയൻറ്റിസ്റ്റുകൾ, വലിയ പ്രഭാഷകർ, മതപണ്ഡിതന്മാർ, ഇത്തരം പ്രഗത്ഭരെ എടുത്തെണ്ണിയാൽ അതിൽ 80% വരെ പഠനകാലത്ത് പഠനപ്രയാസവും പഠന പിന്നോക്കാവസ്ഥയും നേരിട്ടവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. അതിൻ്റെ അർത്ഥം സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ എന്താണ്? ആദ്യം വരുന്ന വിദ്യാർത്ഥികളെ എടുക്കുമ്പോൾ നിങ്ങൾ സ്ക്രീനിങ് നടത്തണം. സ്ക്രീനിങ്ങിന് എന്തിനുള്ളതല്ല, തട്ടാനല്ല. ഇവർക്ക് ഏതൊക്കെ കതിറിലൂടെ, ഏതൊക്കെ സ്റ്റൈലിലൂടെ കൊണ്ടുപോയാലാണ് ഇവർ ഉന്നതരാവുക എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ സ്ക്രീനിങ് നടത്തിക്കോളൂ. അല്ലാതെ ഇത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണ്, ഇതൊക്കെ എടുക്കണം എന്നൊന്നുമല്ല. നല്ലതാണെന്ന് തോന്നിയാൽ എടുക്കണം. ഞാൻ വിലയിരുത്തിയ ലോക നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പഠിച്ചിട്ട് വിലയിരുത്തുന്ന ഒരു വിലയിരുത്തലാണ്. വെറുതെ ഇങ്ങനെ മലന്ന് കിടന്നപ്പോൾ തോന്നി പറയല്ല. എന്താണ് സ്റ്റാൻഡേർഡുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത്? ആദ്യം വരുന്നവരെ സെലക്ട് ചെയ്യണം. അവർക്ക് സ്ക്രീനിങ് വേണം. എന്തിന്? ഏത് കതിറിലൂടെ ഇവരെ സഞ്ചരിപ്പിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിദ്യാർത്ഥികളിൽ ഒരു 3 ഇൻ്റലിജൻ്റ് എങ്കിലും അവരെ കൂടെ ഉണ്ടോ, അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ അത് മതിയാകും. വലിയ ആളാക്കി മാറ്റാൻ അത് മതിയാകും. അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടിൽ ചെറിയൊരു വ്യത്യാസം. എന്താ? IQ ടെസ്റ്റ് എന്നാണ് ഇപ്പോൾ പറഞ്ഞ ഈ ചർച്ച പോയി അവസാനിക്കുക. IQ ടെസ്റ്റിൻ്റെ പരിണിത ഫലം എന്താ? ചെറിയൊരു സംഭവം പറയാം. അതായത് നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ വായിക്കാൻ കിട്ടുന്ന, ഞാൻ ഈ വിഷയം ഏറ്റവും കൂടുതൽ പഠനത്തിന് വിധേയമാക്കിയ വ്യക്തികളിൽ ഒരാളുടെ ഒരു അനുഭവമാണ്. ഒരു ഞായറാഴ്ച ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള മക്കളിൽ അവർക്കുള്ള റെമഡിയൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 ടീച്ചർമാർ, ഭർത്താവും ഭാര്യയുമാണ്. അവർ വരികയാണ്. 9 വയസ്സുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൂട്ടിയിട്ടാണ് വരുന്നത്. എന്താ വരുന്നത്? ഈ കുട്ടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ഒരു കുറിപ്പ് എഴുതി കൊടുത്തയച്ചു. നിങ്ങൾ ഈ കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു IQ ടെസ്റ്റ് നടത്തിച്ചപ്പോൾ ബിലോ 50 ആണ്. ബിലോ 50 ഉള്ള ഒരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സയൻസ്. അതുകൊണ്ട് ഇനി വെറുതെ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കരുത്. ഇവരാകെ അങ്കലാപ്പിലായി. കാരണം 2 ആളും പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. അതിൻ്റെ പേരിൽ ഫാമിലിയിൽ നിന്ന് 2 ആളും സെപ്പറേറ്റഡ് ആണ്. അവരവരുടെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ഇവരിങ്ങനെ ആലോചിച്ചപ്പോൾ ഇനി ഈ കുട്ടി ആരാകും?
ഞങ്ങൾ മരിക്കുമ്പോൾ ഇവരെന്തായിരിക്കും ഈ മോളെ സ്ഥിതി ആലോചിച്ചിട്ടൊരു എത്തും പിടിയെങ്കിലും അതിനൊപ്പം ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഈ റെമഡിയൽ സെന്ററിൽ കയറിയതാണ്. എന്താ എല്ലാ ചാൻസും ഇനി അവസാനം ബാക്കിയുണ്ടോ? ഈ കുട്ടിയുടെ IQ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടി വിജയിക്കാനുള്ള സാധ്യതയില്ല. സ്കൂളിൽ പറഞ്ഞേക്കാൻ ഒരു ഗ്യാപ്പില്ല. എന്നാലോ പറ്റൂല എന്ന് പറഞ്ഞാൽ 3 ജീവന ഒന്നിച്ചു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് സമയം എന്തായാലും ഇരിക്കട്ടെ എന്നുള്ളതിലേക്ക് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ടൗണിലൊക്കെ പോയിട്ട് വരും, അവരൊന്ന് കുട്ടിയുടെ കൂടെ ഇരുന്ന് നോക്കട്ടെ, നമ്മളത് പഠിച്ചു നോക്കാൻ വല്ല ചാൻസ് ഉണ്ടോ. അങ്ങനെ കുറച്ച് സമയം ഈ കുട്ടിയെ അവിടെ ഇരുത്തി റെമഡി നടന്നുകൊണ്ട് ഓരോ കുട്ടിക്കാണ് റെമഡിയൽ അസസ്മെൻ്റ് ഒക്കെ നടക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് വന്നൊരു അരമണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഒന്നിച്ചിരിക്കുന്ന ഒരു റൂമിൽ ഭയങ്കര ശാന്തത. അതുവരെ ഭയങ്കര ബഹളമായിരുന്നു. അവരിങ്ങനെ കളിക്കുക, പറയാ, ഇത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹളമുണ്ട്. ഇതൊക്കെ നിലച്ചു. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഈ കുട്ടി ബാക്കിയുള്ള കുട്ടികളെ മാനേജ് ചെയ്യണം. കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇൻ്റലിജൻ്റാണ്. ഈ സ്കില്ല് മതി ഈ കുട്ടിക്ക് ജീവിക്കാൻ. ഭയങ്കര ആശ്വാസമായി. രക്ഷിതാക്കൾ വരട്ടെ, അവരോട് എന്ത് പറയാം, ഈ കുട്ടിക്ക് ഭാവിയിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ട്, ധൈര്യമായിട്ട് പഠിപ്പിച്ചു. സ്കൂൾ പറഞ്ഞേക്കാൻ വഴികളുണ്ട്, കാരണം സംവിധാനത്തിൽ ഒരുപാട് അത്തരം ചാൻസുകളുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഉച്ചക്കൂണ് കഴിക്കാൻ വേണ്ടി സെൻറ്ററിലെ ഇതിലേക്ക് വരുമ്പോൾ കിച്ചണിലുള്ള ആൾ ചോദിച്ചു, ആ നിശ വന്നിട്ടുണ്ടല്ലേ? അതിങ്ങനെ മനസ്സിലായി. അവൾ അടുക്കളയിൽ വന്നിരുന്നു. അവൾക്ക് നന്നായി പാചകങ്ങൾ ചെയ്യാൻ അറിയാം. ഒരു ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ എത്ര സ്റ്റെപ്പുകൾ വേണം? മുറിച്ചിടണം, അതാക്കണം, ചെയ്യണം, അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. ഇതൊരു വലിയ ഇൻ്റലിജൻ്റാണ്. ഇങ്ങനെ കുറേ ഈ അക്ലിന് ഉപയോഗിക്കുന്ന ബിൽഫയിലെ അക്ലിൽ, ഇൻ്റലിജൻറ്റിൽ ഒരുപാട് ചാൻസ് ഈ കുട്ടിയിൽ നിലനിൽക്കുന്നു. അങ്ങനെ ഇവർ വന്നപ്പോൾ അവരോട് പറഞ്ഞു, രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാകേണ്ട, കുട്ടിക്ക് ധാരാളം ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം വാങ്ങി വെച്ചു. കുട്ടി ഈ പ്രായമാകുമ്പോൾ അവിടെ ചൈൽഡ് മാനേജ് ചെയ്യുന്ന നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള സ്കിൽ ഈ കുട്ടിക്കുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഈ സ്കൂളിലെ രക്ഷിതാക്കൾ അധ്യാപകരെ വിളിച്ചു. അവരോട് പറഞ്ഞു, കുട്ടി വന്നോട്ടെ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കണം. അങ്ങനെ അവസരം കൊടുത്തു. കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയം എന്താ അറിയോ? പാചകം. അപ്പോൾ കുട്ടി എപ്പോഴും സ്കൂളിൽ വരുമ്പോൾ വല്ല സ്നാക്സും ഉണ്ടാക്കി കൊണ്ടുവരും, ടീച്ചേഴ്സിനൊക്കെ കൊടുക്കും. ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യും? അവരെ വീട്ടിൽ അടുത്ത ദിവസം ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ വിളിക്കും. കുട്ടിയോട് അഭിപ്രായം ചോദിക്കും. ഇന്നത്തെ അത്ര യൂട്യൂബിൽ എല്ലാ പഴഞ്ചോറ് കൊണ്ടും എങ്ങനെ പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ള ഇത് വരാത്തൊരു കാലമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുട്ടി ഒരു 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഉസ്താദുൽ അസാത്തിദായി മാറി, ടീച്ചേഴ്സിൻ്റെ ടീച്ചറായി മാറി. പല വിഷയങ്ങളിലും കുട്ടി പുരോഗമിച്ചു. പക്ഷെ പഠനത്തിൽ കാര്യമാത്ര പുരോഗതി വന്നില്ല. 9ാം ക്ലാസ് എത്തിയപ്പോൾ, 10ാം ക്ലാസ്സിലേക്കുള്ള ഈ സമയമെത്തിയപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, ഇനി അയക്കരുത്, കാരണം ഇവിടെ 100% SLC ഇതുള്ള സ്കൂളാണ്. അടുത്ത ആശങ്ക. അപ്പോൾ വീണ്ടും വന്നു ഈ രക്ഷിതാക്കൾ, അധ്യാപകർ ഇങ്ങനെ പറയുന്നത്. ഇവരെ വീണ്ടും വിളിച്ചു. അവരോട് ചോദിച്ചു, SLC രജിസ്റ്റർ ചെയ്താലല്ലേ തോൽക്കുള്ളൂ, രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ പോരെ? ആയിക്കോട്ടെ, അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ SLCക്ക് ക്ലാസ് വരെ പോകാൻ തുടങ്ങി. വർഷാവസാനം ഈ കലോത്സവം നടന്നു. സ്റ്റേറ്റ് ലെവലിൽ ഈ സ്കൂളിന് ഫസ്റ്റ് കിട്ടി. ആ ഫസ്റ്റ് കിട്ടുന്നത് ഈ കുട്ടിയുടെ പോയിന്റിലായിരുന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ സ്വാധീനിച്ചു. എല്ലാ അധ്യാപകരും വന്ന്, സ്റ്റാഫ് ചേർന്നു, ഏകകണ്ഠമായി തീരുമാനമെടുത്തു, നമ്മുടെ നിശ എന്ന കുട്ടി പരീക്ഷ എഴുതും, 100% നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. പരീക്ഷ എഴുതിയപ്പോൾ സംഭവിച്ചത് എന്താ അറിയോ? ഒരു സബ്ജക്റ്റിൽ മാത്രം സ്ക്രൈബ് ഉപയോഗിച്ചു, ബാക്കി എല്ലാറ്റിലും സ്വന്തം എഴുതി എല്ലാറ്റിലും നല്ല മാർക്കോടെ പാസ്സായി. സ്ക്രൈബ് എഴുതിയതിൽ മാത്രം കുറച്ച് മാർക്ക് കുറഞ്ഞു. ശേഷം ഡിഗ്രി പഠിച്ചു, അതിനുശേഷം PG ചെയ്തു. ഇപ്പോൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാനൊരു സാമ്പിൾ പറഞ്ഞത് എന്തിനാ അറിയോ? 1, 2, 3 അല്ല. ഇതാണ് യാഥാർത്ഥ്യം.